നമസ്കാരം. കലകളാണ് നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കാം. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? കലാമണ്ഡലം പത്മാവതി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കലാമണ്ഡലം പത്മാവതി, ഓപ്ഷൻ ബി കലാമണ്ഡലം രേവതി, ഓപ്ഷൻ സി കലാമണ്ഡലം പത്മ, ഓപ്ഷൻ ഡി കലാമണ്ഡലം ദേവകി. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? എന്തിനാണ് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക, അറിയാൻ വയ്യാത്തവർ ക്ലാസ് അവസാനം വരെ കാണുക. നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അവസാനം വരെ കാണണം എന്ന് പറയുന്നത്? എന്തായാലും പഠിക്കേണ്ട ടോപ്പിക്കാണ്. നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ പഠിച്ചു തീർക്കുമെന്ന് ഉറപ്പിക്കുക. കാണാൻ തുടങ്ങിയ വീഡിയോ അവസാനം വരെ കാണും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പഠിക്കാനിരിക്കുക. നമുക്ക് തുടരാം. നമുക്ക് ഇതിൻ്റെ ഉത്തരം അവിടെ പെൻഡിങ് വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. കഥകളിയും മോഹിനിയാട്ടവുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. കഥകളിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഥകളി എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കഥകളിയുടെ ഒരു ചരിത്രം പഠിക്കാനുണ്ട്, അതിൻ്റെ വേഷങ്ങൾ പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട ചടങ്ങുകൾ പഠിക്കാനുണ്ട്, കഥകളി സംഗീതത്തിനെ പറ്റി പഠിക്കാനുണ്ട്, കഥകളി പുരസ്കാരത്തിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തുള്ള ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 1 ദൃശ്യശ്രാവ്യ കലകളുടെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിത്രകലയെ പറ്റിയും ചിത്രകലയിലെ പ്രശസ്തരായ വ്യക്തികളെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഗുഹാചിത്രങ്ങളെ പറ്റിയും ഒക്കെയുള്ള വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോയും കാണുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടും. ഇതിനുശേഷം നിങ്ങൾ ആ വീഡിയോയും കൂടി കാണണം. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളെ പറ്റിയാണ്. കേരളത്തിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടിയാണ്. ശരിക്കും ആന്ധ്രാപ്രദേശിലെ ഇതിനെ കൂച്ചിപ്പുടി എന്നാണ് പറയുന്നത്. നമ്മളത് കുച്ചിപ്പുടി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ശരിക്കും അത് കൂച്ചിപ്പുടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടിയാണ്. കർണാടകയിലേത് യക്ഷഗാനം. രാജസ്ഥാനിലേത് ഖയാൽ ഗുമാർ എന്ന 2 നൃത്തരൂപങ്ങളാണ് രാജസ്ഥാനിലുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം. കേരളത്തിലേത് കഥകളി, മോഹിനിയാട്ടം, ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടി, കർണാടകയിൽ യക്ഷഗാനം, രാജസ്ഥാനിൽ ഖയാൽ ഗുമാർ. ഇനി ഉത്തർപ്രദേശിൻ്റേതാണ് കഥക്, തമിഴ്നാടിൻ്റേതാണ് ഭരതനാട്യം. നമുക്കറിയാം ഭരതനാട്യം തമിഴ്നാടിൻ്റേതാണെന്ന്. അതുപോലെ തന്നെ തമിഴ്നാടിനുള്ള വേറെ ചില നൃത്തരൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കരകാട്ടം, മയിലാട്ടം, കുമ്മി ഒക്കെ തമിഴ്നാടിൻ്റേതാണ്. ഒഡീഷയുടേതാണ് ഒഡീഷയുടെ നൃത്തരൂപമാണ് ഒഡീസി. പഞ്ചാബിൻ്റേതാണ് ഭാംഗ്ര. നമ്മൾ മലയാളം പാട്ടൊക്കെ ഉണ്ട്, ഭംഗരമേളം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. പഞ്ചാബിൻ്റേതാണ് ഭാംഗ്ര. രാജസ്ഥാൻ്റേതാണ് ഖയാലും ഗുമാറും. ഗുജറാത്തിൻ്റെ എന്താണ്? നമുക്കറിയാം ദാണ്ടിയ, നമ്മൾ കേട്ടിട്ടുണ്ട്. ദാണ്ടിയ ആട്ടം ആട് എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട് നമുക്ക്. ദാണ്ടിയ, ഗർബ, രാസ് ഇതൊക്കെ ഗുജറാത്തിൻ്റേതാണ്. ഓക്കെ, ഗുജറാത്തിൻ്റേതാണ് ദാണ്ടിയ, ഗർഭ, രാസ്. തമിഴ്നാടിൻ്റേത് ഭരതനാട്യം, മയിലാട്ടം, കുമ്മി ഒക്കെ തമിഴ്നാടിൻ്റേതാണ്. ഒഡീസി ഒഡീഷയുടേത്, ഭാംഗ്ര പഞ്ചാബിൻ്റേത്. അതുപോലെ പശ്ചിമ ബംഗാളിൻ്റേതാണ് ഛൗ, ജാത്ര. ഇത് പശ്ചിമ ബംഗാളിൻ്റേതാണ് ഛൗ, ജാത്ര. കഥക്ക് നമ്മൾ പറഞ്ഞല്ലോ ഉത്തർപ്രദേശിൻ്റേത്. രാജസ്ഥാൻ്റേത് ഖയാൽ ഗുമാർ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എങ്കിലും മിനിമം നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇടയ്ക്ക് ഒരു ചോദ്യം കൂടി പഠിക്കാം. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി ആരാണ്? ഡാൻസർ ആരാണ്? പത്മശ്രീ നേടുന്ന ആദ്യ കലാകാരി, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കലാകാരി നർത്തകി നടരാജാണ്. ഇനി നമുക്ക് മോഹിനിയാട്ടത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മോഹിനിയാട്ടം നമുക്കറിയാം കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം പണ്ട് കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ദേവദാസി നൃത്തമുണ്ട്. ഈ ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതായത് ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. നമ്മൾ കണ്ടിട്ടുണ്ട് മോഹിനിയാട്ടം ലാസ്യ നൃത്തശൈലിയാണ്. ലാസ്യത്തിൽ ഊന്നൽ കൊടുത്തുള്ള നൃത്തരൂപമാണ്, ലാസ്യപ്രധാനമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. കേരളത്തിൻ്റെ ഒരേ ഒരു ശാസ്ത്രീയ നൃത്തകല ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ്
കല്യാണിക്കുട്ടി അമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മോഹിനിയാട്ടമാണ്. അപ്പോൾ മറക്കണ്ട. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മ. കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ ഈ കലാകാരന്മാരെ പറ്റി അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മളോട് ആൻസർ സെലക്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 കറക്റ്റാണ്, അല്ലെങ്കിൽ 1, 2 മാത്രം ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉത്തരം എഴുതാൻ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ മാതാവാണ് കല്യാണിക്കുട്ടിയമ്മ. അങ്ങനെയാണെങ്കിൽ കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു മാറ്റാം. കല്യാണിക്കുട്ടിയമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പ്രസിദ്ധ കഥകളി നടനായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് കല്യാണിക്കുട്ടിയമ്മയുടെ ഭർത്താവ്. 1938 മഹാകവി വള്ളത്തോളിൽ നിന്ന് കവയത്രി ബഹുമതി പട്ടം ലഭിച്ചു. ആർക്ക്? കല്യാണിക്കുട്ടിയമ്മയ്ക്ക്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന കല്യാണിക്കുട്ടിയമ്മയ്ക്ക് 1938 മഹാകവി വള്ളത്തോളിൽ നിന്ന് കവയത്രി ബഹുമതി പട്ടം ലഭിച്ചു. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും, ഇതാണ് കൃതിയുടെ പേര്. ചരിത്രവും ആട്ടപ്രകാരവും എന്നത് പ്രസിദ്ധമായ കൃതിയാണ്. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്നത് പ്രസിദ്ധമായ കൃതിയാണ്. 1972 കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. 1972 കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. 1974 കേരള സംഗീത നാടക അക്കാദമി അവാർഡുകളും ലഭിച്ചു. 1974 കേന്ദ്ര സംഗീത നാടക അക്കാദമിയിൽ നിന്ന് ഗുരുസ്ഥാനം ലഭിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, 1974 കേന്ദ്ര സംഗീത അക്കാദമിയിൽ നിന്ന് ഗുരുസ്ഥാനം ലഭിച്ചു. 1980 കലാമണ്ഡലത്തിൽ നിന്ന് കീർത്തിശങ്ക് ലഭിച്ചു. 1980 കലാമണ്ഡലത്തിൽ നിന്ന് കീർത്തിശങ്ക് ലഭിച്ചു. 1982 നാട്യപ്രവീണ എന്നുള്ള ടൈറ്റിൽ കിട്ടി. നാട്യപ്രവീണ 1982. 86 കലാമണ്ഡലത്തിൻ്റെ ഫെലോഷിപ്പും ലഭിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഈ താഴെ ഓരോന്ന് തന്നിട്ട് ഇതിലേതൊക്കെ ശരി എന്ന് ചോദിക്കാം. അങ്ങനെ അത്തരത്തിൽ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോഹിനിയാട്ടത്തിൻ്റെ മാതാവായ കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ചാണ്. പ്രസിദ്ധ കഥകളി നടനായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് കല്യാണിക്കുട്ടിയമ്മയുടെ ഭർത്താവ്. 1938 മഹാകവി വള്ളത്തോളിൽ നിന്ന് കവയത്രി ബഹുമതി പട്ടം ലഭിച്ചു. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്നത് കല്യാണിക്കുട്ടിയമ്മയുടെ പ്രസിദ്ധമായ കൃതിയാണ്. 1972 കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. 1974 കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ ലഭിച്ചു. 1974 കേന്ദ്ര സംഗീത നാടക അക്കാദമിയിൽ നിന്ന് ഗുരുസ്ഥാനം ലഭിച്ചു. 1980 കലാമണ്ഡലത്തിൻ്റെ കീർത്തിശങ്ക് ലഭിച്ചു. 1982 നാട്യപ്രവീണ എന്ന ടൈറ്റിൽ കിട്ടുന്നു. 1986 കലാമണ്ഡലത്തിൻ്റെ ഫെലോഷിപ്പ് ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. തിരിച്ച് നമുക്ക് മോഹിനിയാട്ടത്തിലേക്ക് വരാം. മോഹിനിയാട്ടം നമ്മൾ പറഞ്ഞു ദാസി നൃത്തമായിരുന്നു, ദേവദാസി സമ്പ്രദായത്തിലുണ്ടായ നൃത്തമായിരുന്നു, പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിൻ്റെ സംഗീതം. കർണാട്ടിക് സംഗീതമാണ്. ഇതിനൊരു അവതരണ ക്രമമുണ്ട്. മോഹിനിയാട്ടത്തിൻ്റെ അവതരണ ക്രമം എന്താണെന്ന് ചോദിച്ചാൽ ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. ഇതാണ് മോഹിനിയാട്ടത്തിൻ്റെ അവതരണ ക്രമം. അപ്പോൾ മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ്. അവതരണക്രമം എന്താണ്? ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. ഇതിന് പ്രമാണമായിട്ട് കണക്കാക്കുന്നത് വ്യവഹാരമാല എന്ന കൃതിയാണ്. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കുന്നത് 1709 രചിക്കപ്പെട്ട മഴമംഗലം നാരായണൻ നമ്പൂതിരി രചിച്ച വ്യവഹാരമാല എന്ന കൃതിയാണ് മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി. ഓർത്തു വയ്ക്കണം, പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? വ്യവഹാരമാലയാണ്. ആരാണ് രചിച്ചിരിക്കുന്നത്? മഴമംഗലം നാരായണൻ നമ്പൂതിരി 1709 രചിച്ച കൃതിയാണ് വ്യവഹാരമാല. ഈ വ്യവഹാരമാലയാണ് മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കുന്നത്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതിനുശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം സ്ഥാപകനാരാണ്? വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ.
അപ്പോൾ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ റെഫറൻസ് ഒരു ചോദ്യം വരും. ഇപ്പോൾ നമ്മൾ മോഹിനിയാട്ടത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതെല്ലാം നമ്മൾ ആ സമയത്ത് തന്നെ പഠിച്ചു. ഇനി നമ്മളിപ്പം സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ കലാമണ്ഡലത്തിനെക്കുറിച്ച് ഒരു റെഫറൻസ് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് കലാമണ്ഡലത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമുക്കിപ്പോൾ തന്നെ അങ്ങ് പഠിക്കാം. കലാമണ്ഡലം സ്ഥാപകൻ ആരാണ്? വള്ളത്തോളാണ് കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും കൂടെ ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും കൂടി ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തത് 1927 രജിസ്റ്റർ ചെയ്യുന്നത്. 1930 നവംബർ 9 ഔദ്യോഗികമായിട്ട് കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തത്. കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9 ഉദ്ഘാടനം ചെയ്തത്. 1957 കേരള കലാമണ്ഡലം കേരള സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ 1930 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. 1957 കേരള കലാമണ്ഡലം കേരള സർക്കാർ ഏറ്റെടുത്തു. നാട്യശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച കൂത്തമ്പലമാണ് കലാമണ്ഡലത്തിൻ്റെ പ്രധാന ആകർഷണം. ഏറ്റവും ശ്രദ്ധേയമായ മന്ദിരം ഏതാണെന്ന് ചോദിച്ചാൽ നാട്യശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച കൂത്തമ്പലമാണ് കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മന്ദിരം അല്ലെങ്കിൽ ആകർഷണം എന്ന് പറയുന്നത് കൂത്തമ്പലമാണ്. ഇതിനെ ഒരു കൽപ്പിത സർവകലാശാല പദവി 2007 ലഭിച്ചു. 2007 ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിക്കപ്പെടുന്നത്. 2007 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു എന്തിന്? കേരള കലാമണ്ഡലത്തിന്. അപ്പോൾ 1930 സ്ഥാപിതമായി. 1927 ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. 1930 ഉദ്ഘാടനം ചെയ്തു. 1957 കേരള കലാമണ്ഡലം കേരള സർക്കാർ ഏറ്റെടുത്തു. 2007 ഇതിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. വർഷങ്ങൾ നമുക്കൊന്നുകൂടി പറയാം. 1927 കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. 1930 നവംബർ 9 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1957 കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. 2007 കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നു. ക്ലിയർ? ഇനി നിലവിൽ കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയമാണ് നാട്യഗ്രഹ. കെട്ടിട സമയമല്ല, സമുച്ചയം. കെട്ടിട സമുച്ചയമാണ് നാട്യഗ്രഹ. സമുച്ചയം ആണ് നാട്യഗ്രഹ. നിലവിൽ കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയമാണ് നാട്യഗ്രഹ. കലാമണ്ഡലം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കലാമണ്ഡലം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇനി കേരള കലാമണ്ഡലം MKK നായർ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി 2013 ആദ്യമായിട്ട് ഈ പുരസ്കാരം നൽകുന്നത്. അത് ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി ജയറാമാണ്. നമ്മൾ മോഹിനിയാട്ടത്തിനെ കുറിച്ച് പറഞ്ഞു. മോഹിനിയാട്ടം ദാസി നൃത്ത സമ്പ്രദായത്തിലുള്ള കലാരൂപമായിരുന്നു. പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി വളർച്ചയ്ക്ക് സഹായിച്ച പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. പിന്നീട് വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലമാണ്. അപ്പോൾ കലാമണ്ഡലത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1927 ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, ബോറായിട്ട് തോന്നണ്ട. 1927 കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. 1930 നവംബർ 9 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1957 കേരള കലാമണ്ഡലം കേരള സർക്കാർ ഏറ്റെടുത്തു. കൽപ്പിത സർവകലാശാലയാകുന്നത് 2007. MKK നായർ പുരസ്കാരം ആദ്യമായിട്ട് കൊടുക്കുന്നത് 2013. അത് നേടിയ വ്യക്തി ജയറാമാണ്. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ സംഗീതം ഏതാണ്? കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏതാണ്? ഘോഷയാത്രയിലാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ഏത് കൃതിയിലാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഘോഷയാത്ര എന്ന് ഉത്തരം. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ അറിയേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ചും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ചും പഠിച്ചു. കല്യാണിക്കുട്ടിയമ്മ അന്തരിക്കുന്നത് 1999 1915 ജനിച്ചു. 1915 കല്യാണിക്കുട്ടിയമ്മ ജനിച്ചു. 1999 കല്യാണിക്കുട്ടിയമ്മ അന്തരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത്. മലപ്പുറം ജില്ലയിലാണ് കല്യാണിക്കുട്ടിയമ്മ ജനിച്ചത്. കല്യാണിക്കുട്ടിയമ്മയുടെ കൃതി ഏതാ? മോഹിനിയാട്ടം, ചരിത്രവും ആട്ടപ്രകാരവും എന്നുള്ളതാണ്. കീർത്തിശങ്ക് കലാമണ്ഡലത്തിൽ നിന്ന് 1980 ലഭിച്ചു. അതുപോലെ തന്നെ നാട്യപ്രവീണ എന്നുള്ള ടൈറ്റിലും കല്യാണിക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കൂടിയാട്ടത്തിനെ കുറിച്ച് പഠിക്കാം. കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ എന്നാണ് ഈ കലാരൂപം അറിയപ്പെടുന്നത്. കൂടിയാട്ടം
കൂടിയാട്ടം ആണ് അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപമാണ് കൂടിയാട്ടം. ഏക പ്രാചീന സംസ്കൃത നാടകരൂപം, പ്രാചീന സംസ്കൃത നാടകരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? കൂടി ചേർന്നുള്ള അഭിനയം എന്ന്, ഒന്നിച്ചു ചേർന്നുള്ള അഭിനയം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രംഗകല കൂടിയാണ് കൂടിയാട്ടം. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടകരൂപം ഇപ്പോഴും നിലവിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൂടിയാട്ടമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പഴയ രംഗകല ഏതാണെന്ന് ചോദിച്ചാലും കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണം മിഴാവാണ്. ഇടയ്ക്കയും കുറുങ്കുഴലും തിമിലയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മിഴാവാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം. ഇടയ്ക്ക, കുറുങ്കുഴൽ, തിമില ഇതെല്ലാം കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ നാട്യശാസ്ത്രമാണ് ഇതിൻ്റെയൊക്കെ പ്രമാണമായിട്ടുള്ളത്. നാട്യശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് മോഹിനിയാട്ടം, കൂടിയാട്ടം ഒക്കെ ഉള്ളത്. നമ്മൾ പറഞ്ഞു നാട്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന 4 അഭിനയ രീതികളുണ്ട്. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നൊക്കെയുള്ള 4 രീതികളുണ്ട്, അഭിനയ രീതികൾ. ഇതെല്ലാം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. ഹസ്തമുദ്രകൾ ഉപയോഗിച്ചാണ് കൂടുതലും അഭിനയം ഒക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പഴയ രംഗകല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? കൂടിയാട്ടമാണ്. നിലവിലുള്ള ഏക പ്രാചീന സംസ്കൃത നാടകരൂപം ഏതാണെന്ന് ചോദിച്ചാലും കൂടിയാട്ടമാണ്. ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. ഇനി ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണ്ടിവരും? 41 ദിവസം വേണ്ടിവരും ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാനായിട്ട്. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. അതായത് ചടങ്ങുകൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം, കേട്ടിരുന്നാൽ മതി. അരങ്ങുവിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, നാന്ദി നിർവഹണം, അരങ്ങ് തളിക്കൽ, നിർവഹണം, മംഗളശ്ലോകം. ഇങ്ങനെ കൂടിയാട്ടത്തിന് പ്രധാന ചടങ്ങുകളുണ്ട്. ആദ്യം അരങ്ങ് വിധാനം, പിന്നെ മിഴാവ് മാത്രം വേദിയിൽ വായിക്കും, മിഴാവ് മെച്ചപ്പെടുത്തൽ, പിന്നെ ഗോഷ്ഠി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, നാന്ദി നിർവഹണം, അരങ്ങ് തളിക്കൽ, നിർവഹണം, മംഗളശ്ലോകം. ഇതൊക്കെയാണ് പുരാണ കഥയുടെ കൂടെ തന്നെ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളോട് കൂട്ടിച്ചേർത്താണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കൂടിയാട്ടത്തിലെ പ്രധാന ചടങ്ങുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അരങ്ങ് വിധാനം, മിഴാവ് മെച്ചപ്പെടുത്തലല്ല കേട്ടോ, ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, നാന്ദി നിർവഹണം, അരങ്ങ് തളിക്കൽ, നിർവഹണം, മംഗളശ്ലോകം. അപ്പോൾ കഥകളിയുടെ ചടങ്ങുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ആ വീഡിയോ കേൾക്കണം. അപ്പോൾ കഥകളിയുടെ ചടങ്ങുകൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതിലേതാണ് കഥകളിയുടേതല്ലാത്തത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കൂടിയാട്ടത്തിൻ്റേതല്ലാത്തതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് കേട്ട് പരിചയമുള്ളത് നന്നായിരിക്കും. ഒന്നുകൂടി പറയാം. അരങ്ങ് വിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, നാന്ദി നിർവഹണം, അരങ്ങ് തളിക്കൽ, നിർവഹണം, മംഗളശ്ലോകം. ഇതൊക്കെയാണ് കൂടിയാട്ടത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. ഇനി ഇതിൽ മലയാളം സംസാരിക്കുന്നുണ്ട്. മലയാളം സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷക കഥാപാത്രമാണ്. വിദൂഷക കഥാപാത്രത്തിനാണ് ഇതിൽ മലയാളം സംസാരിക്കാനായിട്ട് അവകാശമുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു സംസ്കൃത നാടകരൂപമാണിത്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇതിൽ മലയാളം സംസാരിക്കാൻ അവകാശമുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന ആൾക്കാരെ എന്ത് പറയും? ചാക്യാർ, നങ്ങ്യാർ എന്നല്ലേ. സ്ത്രീ കഥാപാത്രത്തിനെ നമ്മൾ നങ്ങ്യാർ എന്നും പറയുന്നു, പുരുഷ കഥാപാത്രത്തിനെ നമ്മൾ ചാക്യാർ എന്നും പറയുന്നു. ഇനി കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ആരാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി? അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിനാണ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക, എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കൺവിൻസ് ആവണം. അതുകൊണ്ടാണ് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണിമാധവ ചാക്യാർക്ക്, നമ്മളിപ്പോൾ പറഞ്ഞത് അമ്മന്നൂർ മാധവ ചാക്യാരുടെ കാര്യമാണ്, അദ്ദേഹമല്ല, ഇത് മണിമാധവ ചാക്യാർ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണിമാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. കണ്ടോ ചോദ്യം? അപ്പം അത്ര ഡീറ്റെയിൽഡായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പം ഓപ്ഷൻസ് വായിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. 2, കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 3, 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 4, ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം
രചിച്ചു. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ നമ്മളിപ്പോൾ മണിമാധവ ചാക്യാരെക്കുറിച്ച് പഠിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം മനസ്സിലാകും. നോക്കാം. അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മണിമാധവ ചാക്യാരെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ചോദ്യം അതായിരുന്നല്ലോ, പഠിക്കാം. കേരളത്തിലെ പ്രശസ്ത കൂടിയാട്ട കലാകാരനാണ് മണിമാധവ ചാക്യാർ. അദ്ദേഹം ഇവിടെ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രശസ്ത കൂടിയാട്ട കലാകാരനാണ് അമ്മന്നൂർ മണിമാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ. ഈ 3 പേരും കേരളത്തിലെ പ്രധാനപ്പെട്ട കൂടിയാട്ടം കലാകാരന്മാരാണ്. ആരൊക്കെയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മണിമാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ. ഇത്രയും പേരുടെയും പേര് ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് മണിമാധവ ചാക്യാരെ പറ്റിയാണ്. കേരളത്തിലെ പ്രശസ്ത കൂടിയാട്ട കലാകാരനാണ് മണിമാധവ ചാക്യാർ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചു. നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ആരാണ്? അപ്പോൾ ഈ ചോദ്യത്തിലെ ഒരു പോയിന്റ് അതായിരുന്നല്ലേ, നാട്യകൽപദ്രുമം എന്ന കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ ആ പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചു. ഇനി 1964 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1974 പത്മശ്രീ ലഭിച്ചു. 1976 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1983 കലാമണ്ഡലത്തിൽ നിന്ന് ഫെലോഷിപ്പ് ലഭിച്ചു. 87 തുളസി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ മണിമാധവ ചാക്യാർക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാ? നാട്യകൽപദ്രുമം. അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങൾ നമുക്കൊന്നുകൂടി പഠിക്കാം. 1964 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 76 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1983 കലാമണ്ഡലത്തിൽ നിന്ന് ഫെലോഷിപ്പ്. 87 തുളസി പുരസ്കാരം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇപ്പോൾ 74 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കറക്റ്റ് അല്ലേ? കൂടിയാട്ടത്തിനെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. കറക്റ്റ് അല്ലേ? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാമല്ലോ. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണിമാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്താനാണ് ചോദ്യം. അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. അപ്പോൾ ഇതിലേതാണ് ശരി? 1, 3, 4 മാത്രം, 2, 1, 2, 3 മാത്രം, 1, 3, 4 മാത്രം, 1, 2, 4 മാത്രം. ഏത് ഉത്തരമാണ് കറക്റ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമുക്കിനിയും മണിമാധവ ചാക്യാരെക്കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത ആളിനെ പറ്റി പഠിക്കാം. ആരാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത്? ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ട കലാകാരനാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നു. കുലഗുരു എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കൂടിയാട്ട കലാകാരനാണ്, കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നു, കുലഗുരു എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കൂടിയാട്ടത്തെ മാനവരാശിയുടെ അമൂല്യ പൈതൃക സ്വത്ത് എന്ന നിലയിൽ യുനെസ്കോ അംഗീകരിച്ചതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ കൂടിയാട്ടത്തെ മാനവരാശിയുടെ അമൂല്യ പൈതൃക സ്വത്ത് എന്ന് അംഗീകരിച്ചത് യുനെസ്കോ 2001 അംഗീകാരം ലഭിച്ചത്. 2001. അപ്പോൾ ഈ അംഗീകാരം ലഭിക്കുന്നതിൽ ഇദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. ആർക്ക്? അമ്മന്നൂർ മാധവ ചാക്യാർക്ക് പ്രധാന പങ്കുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം നടന്നത് തിരുമാന്താംകുന്നിലാണ്. ഭഗവതി ക്ഷേത്രത്തിൽ, മലപ്പുറത്ത് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് മാർഗി. അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കഥകളി, കൂടിയാട്ടം ഇതിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരാണ് മാർഗി. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂടിയാട്ടത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ 2 പേരെക്കുറിച്ച് പ്രധാനമായിട്ടും പഠിച്ചു. മണിമാധവ ചാക്യാരെക്കുറിച്ചും അമ്മന്നൂർ മാധവ ചാക്യാരെക്കുറിച്ചും കാര്യമായിട്ട് പഠിച്ചു. ഓർത്തിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മുമ്പേ കാണിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അറിയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ മനസ്സ് ഇരുത്തിയാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഈസി ആയിട്ട് പറയാൻ പറ്റും.
എല്ലാം നമ്മൾ ആൻസർ ഇതാണെന്ന് പറഞ്ഞ് ഫീഡ് ചെയ്ത് തരണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയാത്ത. ഈ വീഡിയോ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അടുത്തത് നോക്കാം, കൂത്ത്. കൂടിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടുമൊക്കെ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂത്ത്. ഏകാംഗ അഭിനയ ശൈലിയാണ് പിന്തുടരുന്നത്. കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് മിഴാവ്. മിഴാവാണ് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം മിഴാവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി അനുഷ്ഠാന കലകൾ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേരള നടനം, ഓട്ടംതുള്ളൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കേരള നടനം, ഓട്ടംതുള്ളൽ, കൃഷ്ണനാട്ടം, അതുപോലെ അനുഷ്ഠാന കലകളും അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും പഠിക്കാം. പ്രീവിയസ് ഇയർ ചോദ്യം ഒന്ന് നോക്കാം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? 2023 ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണെന്ന്. ഓപ്ഷൻ എ ഭരതനാട്യം, ബി മോഹിനിയാട്ടം, സി കുച്ചിപ്പുടി, ഡി കഥക്. ഉത്തരം അറിയാമല്ലോ, കമൻറ്റ് ചെയ്യൂ. എന്തിനാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുത്ത് പിക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കും അത്. കാരണം നിങ്ങളുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ വേണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും കൂടി വേണം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഉത്തരം കമൻറ്റ് ചെയ്യുക. അടുത്തത് നോക്കാം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കാസർഗോഡാണ്. യക്ഷഗാനം ഏത് സ്റ്റേറ്റിൻ്റെ കലാരൂപമാണ് നമ്മൾ പഠിച്ചായിരുന്നു? അത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കാണണം എന്നർത്ഥം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കേരളത്തിൻ്റെ കലാരൂപമല്ല, പക്ഷേ കേരളത്തിലെ ഒരു ജില്ലയിൽ ഇത് പ്രചാരത്തിലുണ്ട്. അത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര്, അത് നമ്മൾ വേറെ ഇതിന് ഞാൻ പറഞ്ഞു, കഥകളിയെ സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഉത്തരം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേരെന്താണ്? കേളികൊട്ട്. കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേരെന്താണ്? കേളികൊട്ടെന്നാണ് കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലേ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം സിമ്പിളാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു ചോദ്യം പറഞ്ഞായിരുന്നു, ലാസ്റ്റ് ഉത്തരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം പറഞ്ഞിരുന്നു. നമുക്ക് ആ ചോദ്യത്തിൻ്റെയും കൂടെ ഉത്തരം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഏതായിരുന്നു ചോദ്യം? കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? ഉത്തരം കലാമണ്ഡലം ദേവകിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് തുള്ളൽ പഠിക്കാൻ പോകുന്നത്. തുള്ളലും വേറെ അനുഷ്ഠാന കലകൾ, തുള്ളൽ, കൃഷ്ണനാട്ടം, കേരള നടനം ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റേത് കഥകളി, മോഹിനിയാട്ടം. ആന്ധ്രാപ്രദേശിൻ്റേത് കുച്ചിപ്പുടി. ഇതേ കിടക്കുന്നു യക്ഷഗാനം. ആരുടേതാണ്? കർണാടകയുടേത്. യക്ഷഗാനം കേരളത്തിലൊരു ജില്ലയിൽ പ്രചാരത്തിലുണ്ട്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. മറക്കല്ലേ. രാജസ്ഥാൻ്റേത് ഖയാൽ ഗുമാർ. ഉത്തർപ്രദേശിൻ്റേത് കഥക്. തമിഴ്നാടിൻ്റേത് ഭരതനാട്യം. ഒഡീസി, പഞ്ചാബ് ഭാംഗ്ര. രാജസ്ഥാൻ്റേത് ഖയാൽ ഗുമാർ. മോഹിനിയാട്ടത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മയാണ്. കല്യാണിക്കുട്ടി അമ്മയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. 1938 മഹാകവി വള്ളത്തോളിൽ നിന്ന് കവയത്രി പട്ടം ലഭിച്ചു. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്നത് പ്രസിദ്ധമായ കൃതിയാണ്. അതുപോലെ അവാർഡുകളും നമ്മൾ പഠിച്ചു. മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ്. പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്നത് വ്യവഹാരമാലയാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് അത് എഴുതിയിരിക്കുന്നത്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. അതിനുശേഷം പ്രചോദനം നൽകിയത് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സ്ഥാപകനാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. 1927 കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. 1930 നവംബർ 9 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 1957 കേരള കലാമണ്ഡലത്തിനെ കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. 2007 കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നു. 2013 കേരള കലാമണ്ഡലം MKK നായർ പുരസ്കാരം ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് ലഭിച്ച വ്യക്തി ജയറാമാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏതാണ്? ഘോഷയാത്ര. കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നു. നിലവിലുള്ള ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. ഏറ്റവും പഴയ രംഗകല ഏതാണെന്ന് ചോദിച്ചാലും കൂടിയാട്ടമാണ്. പ്രധാനപ്പെട്ട വാദ്യോപകരണം മിഴാവാണ്. 41 ദിവസം വേണം പൂർണ്ണരൂപത്തിലൊരു കൂടിയാട്ടം അവതരിപ്പിക്കാനായിട്ട്. പുരുഷ കഥാപാത്രത്തെ ചാക്യാറെന്നും സ്ത്രീ കഥാപാത്രത്തെ നങ്ങ്യാറെന്നും വിളിക്കും. മലയാളം സംസാരിക്കാൻ അവകാശമുള്ള ഒരാളുണ്ട്. ഏത് കഥാപാത്രമാണ്? വിദൂഷകൻ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ.
പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മണിമാധവ ചാക്യാരെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. നാട്യകൽപദ്രുമം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിന് തുളസി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1974 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വായിക്കുക ഒന്നുകൂടി. അമ്മന്നൂർ മാധവ ചാക്യാരെ പറ്റി നമ്മൾ വായിച്ചു. കൂടിയാട്ടത്തിൻ്റെ കുലപതിയാണ്, കുലഗുരു എന്നുമൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 2001 യുനെസ്കോ കൂടിയാട്ടത്തെ മാനവരാശിയുടെ അമൂല്യ പൈതൃക സ്വത്ത് എന്ന നിലയിൽ അംഗീകരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, മാർഗി. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കൂത്തിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ്. കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന പ്രധാന സംഗീത ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ മിഴാവാണ്. പിന്നെ 3 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും പഠിച്ചു. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.